ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പാഷൻ എങ്ങനെ കണ്ടെത്താൻ എന്നതിനെക്കുറിച്ചുള്ള ചില വഴികളെക്കുറിച്ചാണ്. നമ്മളിന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പാഷൻ കണ്ടെത്തുന്നതിൽ നിങ്ങളെ സഹായിക്കും. പല ആളുകൾക്കും അവരുടെ പാഷൻ എന്താണെന്നോ, ഏത് ജോലി ഏത് ഫീൽഡ് എടുത്താലാണ് അവർ ഹാപ്പിയായി എൻജോയബിളായി നിലനിൽക്കുക എന്നോ മനസ്സിലാക്കാനായി സാധിക്കാറില്ല. പലരും സ്കൂളിലും കോളേജിലും എല്ലാം പഠിക്കുന്നത് പോലും അവർക്ക് വേണ്ടിയോ അവരുടെ പാഷനെ കണ്ടെത്താൻ വേണ്ടിയോ അല്ല, നേരെ മറിച്ച് മറ്റു പലർക്കും വേണ്ടിയാണ്. ഇത്തരത്തിൽ മറ്റു പലരെയും കാണിക്കാൻ വേണ്ടി സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന സൊസൈറ്റി നൽകുന്ന ഒരു തരം ക്വാളിഫിക്കേഷന് വേണ്ടി പഠിക്കുകയും ജോലി നേടുകയും ചെയ്യുന്ന ആളുകളാണ് ഭൂരിഭാഗം പേരും. ഇത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ പലരും അവരുടെ പാഷനും അവരുടെ സ്കിൽസും മനസ്സിലാക്കാത്തതിലും തിരിച്ചറിയാത്തതിലും യാതൊരു അത്ഭുതവുമില്ല. അതിനാൽ തന്നെ പലരും തൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ കഴിവുകളെക്കുറിച്ച് മനസ്സിലാക്കാതെ പോകാനും തൻ്റെ പാഷനെ തിരിച്ചറിയാതെ മറ്റു പല ജോലികളും എടുത്ത് ജീവിക്കേണ്ടതായും വരാറുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് മനസ്സിലാക്കുകയും നിങ്ങളുടെ പാഷനെ കണ്ടെത്തുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവാനായിരിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സാറ്റിസ്ഫൈഡ് ആകാനും സാധിക്കും. പണത്തിന് വേണ്ടി പല ജോലികളും കഷ്ടപ്പെട്ട് ചെയ്യുന്നതിന് പകരം ഇഷ്ടമുള്ള പല കാര്യങ്ങളും സന്തോഷത്തോടെ ചെയ്യുകയും അതിലൂടെ നമുക്ക് സന്തോഷമായി ജീവിക്കാനും സാധിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് നമ്മുടെ പാഷൻ എന്ന് വിളിക്കാം. നിങ്ങളുടെ പാഷൻ കണ്ടെത്താനായി നിങ്ങളെ സഹായിക്കുന്ന ചില വഴികളിതാ. നമ്പർ 1, എക്സ്പ്ലോർ ചൈൽഡ്ഹുഡ് ഇൻട്രസ്റ്റ്. ചെറുപ്പത്തിൽ നിങ്ങളെ ആകർഷിച്ച പ്രവർത്തനങ്ങളോ വിഷയങ്ങളോ എന്താണെന്ന് ഓർത്തെടുക്കാനായി ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളെ പ്രതിഫലിപ്പിക്കാനായി ശ്രമിക്കുക. ചിലപ്പോൾ ബാല്യകാലത്ത് നിങ്ങൾ ചെയ്തിരുന്ന ഇത്തരം പ്രവൃത്തികൾ ഈ പ്രായത്തിലും നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ടാകാം. കുട്ടിക്കാലത്ത് നിങ്ങളേറെ ഇഷ്ടത്തോടെ സന്തോഷത്തോടെ ചെയ്തിരുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാനായി ശ്രമിക്കുക. രണ്ടാമത്തേതാണ് എക്സ്പെരിമെൻറ്റ് വൈഡ്ലി. നിങ്ങൾ ഇത്രയും കാലം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നതിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു രീതിയിലും നിങ്ങളുടെ പാഷനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് തന്നെ പുതിയ പല കാര്യങ്ങളും പഠിക്കാനും ചെയ്തു നോക്കാനും ശ്രമിക്കുക. ഇത് നിങ്ങളുടെ നിലവിലെ താല്പര്യങ്ങളുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണെങ്കിലും പല കാര്യങ്ങളും പുതുതായി പഠിക്കാനും പരിശീലിച്ച് നോക്കാനും ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, പെയിൻറ്റിങ് മുതൽ ഹൈക്കിംഗ്, പാചകം വരെ പല കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കാനായി ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യാത്തതും അറിയാത്തതുമായ പല കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് പുതുതായി പല കാര്യങ്ങളും അറിയാനും നിങ്ങളുടെ അഭിനിവേശം ഏതിലാണെന്ന് മനസ്സിലാക്കാനും സാധിച്ചേക്കാം. നിങ്ങൾ മനസ്സിൽ പോലും കരുതാത്ത പല കാര്യങ്ങളുമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പാഷനായി മാറുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ചെയ്തു നോക്കാനായി ശ്രമിക്കുക. ഏതെങ്കിലും 4 ഓപ്ഷനിൽ നിങ്ങളുടെ തീരുമാനങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രയെയും അളക്കാനായി ശ്രമിക്കരുത്. നമ്പർ 3, പേ അറ്റൻഷൻ ടു എൻവി. എന്ത് പ്രവർത്തനങ്ങളാണ്, എന്ത് നേട്ടങ്ങളാണ് നിങ്ങളെ അസൂയപ്പെടുത്തുന്നതെന്ന് മനസ്സിലാക്കാനായി ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളെ ശ്രദ്ധിക്കുകയും നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള അസൂയകൾ ചിലപ്പോൾ അംഗീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങളെയോ അഭിനിവേശങ്ങളെയോ സൂചിപ്പിച്ചേക്കാം. ഫോർ എക്സാമ്പിൾ, കഴിവുള്ളൊരു സംഗീതജ്ഞനോട് നിങ്ങൾക്ക് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ അത് സ്വയം സംഗീതം പിന്തുടരാനുള്ള ആഗ്രഹത്തെ സൂചിപ്പിച്ചേക്കാം. ഇത്തരം അസൂയകളെ നിങ്ങളുടെ സ്വന്തം കഴിവുകളെ ഉണർത്തിക്കൊണ്ടുവരാനുള്ള പ്രചോദനമായി യൂസ് ചെയ്യുക. നമ്പർ 4, ഐഡൻറ്റിഫൈ യുവർ സ്ട്രെങ്ത്സ്. നിങ്ങളുടെ കഴിവുകളിലും നിങ്ങളുടെ സ്കിൽസിലും ഫോക്കസ് കൊടുക്കുക. അത്തരം കാര്യങ്ങളെ ട്രൈ ചെയ്ത് നോക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുക. നിങ്ങളുടെ പാഷൻ പലപ്പോഴും നിങ്ങൾ നന്നായി ചെയ്യുന്നതും നിങ്ങൾ ആസ്വദിക്കുന്നതുമാകാം. ഫോർ എക്സാമ്പിൾ, ക്രിയേറ്റീവായ ആളുകൾക്ക് ഗ്രാഫിക് ഡിസൈനിങ് പോലുള്ള ക്രിയേറ്റീവായ മേഖലകളും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് പബ്ലിക് സ്പീക്കിംഗ്, റൈറ്റിംഗ് പോലുള്ള മേഖലകളിലേക്കും ജോയിൻ ചെയ്യാനായി സാധിച്ചേക്കാം. നമ്പർ 5, കൺസിഡർ യുവർ വാല്യൂസ്. ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങളോടും വിശ്വാസങ്ങളോടും പൊരുത്തപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പരിസ്ഥിതി സംരക്ഷണത്തിൽ താല്പര്യമുണ്ടെങ്കിൽ ജൈവ കൃഷി അല്ലെങ്കിൽ പുനരുപയോഗ ഊർജ്ജ സംരക്ഷണം പോലുള്ള സുസ്ഥിരതയുമായി ബന്ധപ്പെട്ട കരിയറുകളിലോ ഹോബികളിലോ നിങ്ങൾക്ക് പൂർത്തീകരണം കണ്ടെത്താനാകും. 6-ാമത്തേതാണ് ലിസൺ ടു ഫീഡ്ബാക്ക്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്നും അഭിനന്ദനങ്ങളും ഫീഡ്ബാക്കുകളും ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് അവർക്ക് കാണാനും അനുഭവിക്കാനും സാധിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ ശക്തികളെക്കുറിച്ചും അഭിനിവേശങ്ങളെക്കുറിച്ചുമുള്ള ഉൾക്കാഴ്ചകൾ നൽകാനായി സാധിക്കും. ചിലപ്പോഴെല്ലാം നിങ്ങൾ ഇത്തരം കാര്യങ്ങളെ അവഗണിച്ചിട്ടുണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ സഹപ്രവർത്തകരോ നിങ്ങളിലെ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ കഴിവുകളെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അവരത്തരം കാര്യങ്ങളെ ആസ്വദിക്കുകയും നിങ്ങളെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇത് എഴുതുന്നതിനെക്കുറിച്ചോ പൊതു സംസാരത്തിനെക്കുറിച്ചോ ഉള്ള നിങ്ങളുടെ കഴിവുകളെ സൂചിപ്പിക്കുന്നു. അതിനാൽ തന്നെ ഇത്തരം അഭിനന്ദനങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ പാഷനെ കണ്ടെത്താനുള്ള ചില സാധ്യതകളായിരിക്കാം. നമ്പർ 7, വിഷ്വലൈസ് യുവർ ഐഡിയൽ ലൈഫ്.
നിങ്ങളുടെ തികഞ്ഞ ദിവസമോ അനുയോജ്യമായ ഭാവിയോ സങ്കല്പിച്ചെടുക്കാനായി ശ്രമിക്കുക. നിങ്ങൾ സന്തോഷവാനായിരിക്കുന്ന, നിങ്ങൾ അഭിമാനത്തോടെ ജീവിക്കുന്ന ആ ഫ്യൂച്ചറിനെ സ്വയം ഇമാജിൻ ചെയ്തെടുക്കാനായി ശ്രമിക്കുക. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചെടുക്കാനായി ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ ഇമാജിൻ ചെയ്തെടുക്കുന്നതിലൂടെ നിങ്ങളുടെ പാഷൻ എന്താണെന്നതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കാനായി നിങ്ങൾക്ക് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ക്ലാസ് റൂമിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതോ, ഒരു ഫോട്ടോഗ്രാഫറായി ലോകം മൊത്തം ചുറ്റി കാണുന്നതോ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം സ്റ്റുഡിയോയിൽ ആർട്ട് വർക്കുകൾ ഉണ്ടാക്കിയെടുക്കുന്നതോ, ഇതിനുവേണ്ടി നിങ്ങളുടെ ദിവസങ്ങൾ ചിലവഴിക്കാനായി ഉറങ്ങി എഴുന്നേൽക്കുന്നതായി സങ്കല്പിക്കുക. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ദൃശ്യവൽക്കരിക്കുമ്പോൾ എത്രത്തോളം സന്തോഷത്തോടെയാണ് നിങ്ങൾ അതിൽ ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുക. നമ്പർ 8, എബ്രീസ് ഡിസ്കംഫോർട്ട്. നിങ്ങളുടെ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു കടന്ന് നിങ്ങളെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കാൻ ഭയപ്പെടരുത്. വളർച്ചകൾ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ നമ്മുടെ പരിധിക്ക് അപ്പുറത്തേക്ക് പോകുമ്പോഴാണ്. സോ പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കാൻ സ്വയം പ്രേരിപ്പിക്കുക. അവ ആദ്യം ഭയപ്പെടുത്തുന്നതായി തോന്നിയാലും പരീക്ഷിച്ചു നോക്കാനായി ശ്രമിക്കുക. ഉദാഹരണത്തിന്, പബ്ലിക് സ്പീക്കിംഗ് നിങ്ങൾക്ക് സാധിക്കാത്ത ഒന്നാണെങ്കിൽ, നിങ്ങൾക്ക് വളരെ ഭയം തോന്നിക്കുന്ന ഒന്നാണെങ്കിൽ, സാവധാനത്തിൽ ആളുകളുമായി സംസാരിക്കുന്നതിലൂടെയും സാവധാനത്തിൽ ആളുകളുമായി കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെയും ആളുകളുമായി ഇൻട്രാക്ട് ചെയ്യുന്നതിലൂടെയും ചെറിയ ചില ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്നതിലൂടെയും അത്തരം സാഹചര്യങ്ങളിൽ ഇൻവോൾവ് ആകുന്നതിലൂടെയുമെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീക്കിംഗ് സ്കില്ലിനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാനും നിങ്ങളുടെ ഭയത്തെ മാറ്റിയെടുക്കാനും സാധിക്കും. സോ ഇത്തരത്തിൽ ട്രൈ ചെയ്ത് നോക്കുന്നതിലൂടെ പല കാര്യങ്ങളോടുള്ള ഭയത്തെ മാറ്റിയെടുക്കാനും പല കാര്യങ്ങളെയും ഇമ്പ്രൂവ് ചെയ്തെടുക്കാനും സാധിക്കും. നമ്പർ 9, സ്റ്റാർട്ട് സ്മാൾ. നിങ്ങളുടെ പരമമായ പാഷൻ തുടക്കത്തിൽ തന്നെ, ആരംഭത്തിൽ തന്നെ കണ്ടെത്താൻ സാധിക്കണമെന്നില്ല. സോ ചെറിയ ചില ഹോബികളും ഇൻട്രസ്റ്റും എല്ലാം ട്രൈ ചെയ്ത് നോക്കുന്നതിലൂടെ ആരംഭിക്കാനായി ശ്രമിക്കുക. ഇത്തരം ഹോബീസും ഇൻട്രസ്റ്റും എല്ലാം നിങ്ങളെ പതിയെ നിങ്ങളുടെ പാഷനിലേക്ക് എത്തിക്കും. സോ ഇത്തരം ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങളെ എവിടേക്കാണ് നയിക്കുന്നത് എന്നതിലേക്ക് ശ്രദ്ധ കൊടുക്കുക. നമ്പർ 10, ബി പേഷ്യൻറ്റ്. നിങ്ങളുടെ യഥാർത്ഥ പാഷൻ കണ്ടെത്തുന്നത് വളരെ സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളോട് ക്ഷമയോടെ ഇരിക്കുക. നിങ്ങളെ ശരിക്കും ഉത്തേജിപ്പിക്കുന്നതും നിറവേറ്റുന്നതുമായ കാര്യം എന്താണെന്ന് ഒരിക്കൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുക. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രമിച്ചു നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ കണ്ടെത്താനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കും. സോ ക്ഷമയോടെ കാത്തിരിക്കാനും നിങ്ങളുടെ പാഷനെ തിരിച്ചറിയാനും ശ്രമിക്കുക.